1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ പെരുംജീരകപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറിയ പീസ് കറുകപ്പട്ട, 2 ഏലക്ക, 1 ബേ ലീഫ്, പിന്നെ 3 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ ബീഫ് മസാല. ഇത് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 6 വിസിലടിപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് കസ്കസും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് വറുത്തെടുത്ത് എണ്ണയിലോട്ട് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം വലിയ 2 സവോള അരിഞ്ഞതും കുറച്ച് കരിയാപ്പില കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ആ ഗ്രേവിക്കകത്തോട്ട് ഈ ബീഫും ഇട്ട് കൊടുത്ത് വറുത്ത് വെച്ച തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കും. 10 മിനിറ്റ് നേരം ഒന്ന് ചെറുതീയിലൊന്ന് ഇതുപോലെ തിളപ്പിച്ചെടുക്കാം. ആ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരും. കറി ഏകദേശം ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയാണ് ബീഫിലെ വെള്ളമെല്ലാം നല്ലപോലെ പറ്റിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കും. കപ്പ വേവിച്ചതും ബീഫ് വരട്ടിയതും. അപ്പോൾ ഈ ബീഫ് വരട്ടിയത് കൂട്ടി നമുക്ക് കപ്പ കഴിക്കാം.